നമസ്കാരം, അഭിനവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ധാരാവൈദ്യുതി എന്ന ചാപ്റ്ററിൽ വരുന്നുള്ള ലെറ്റ്സ് അസസ് ഓർ വിലയിരുത്താം എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ മുഴുവൻ ചോദ്യങ്ങളും ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് കൺവേർട്സ് കെമിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി? അതായത് രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം താഴെ കൊടുത്തിട്ടുള്ള ഏത് സെല്ലാണെന്ന് ഒക്കെ സെല്ലുകളാ അല്ലെങ്കിൽ വൈദ്യുത സ്രോതസ്സാന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇപ്പോൾ ഡ്രൈ സെല്ലുണ്ട്, ഡയനാമോ ഉണ്ട്, സോളാർ സെല്ലുണ്ട്. ഇതിൽ ഏതാണ് രാസോർജ്ജത്തെ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ വൈദ്യുതോർജ്ജമായി മാറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് ഡ്രൈ സെല്ലാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഡ്രൈ സെല്ല് തന്നെ. അപ്പോൾ ഓപ്ഷൻ എ ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റു രണ്ടെണ്ണം കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. ഈ ഡൈനാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പരിപാടി? ഡൈനാമോയിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എനർജി, അതായത് യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയാണ് ഡൈനാമോയിൽ നടക്കുന്നത്. ഡൈനാമോ സൈക്കിളിൻ്റെ എല്ലാം മുകളിൽ കാണാം. പഴയ സൈക്കിളിൻ്റെ എല്ലാം മുന്നിൽ ഒരു ലൈറ്റ് ഉണ്ടാവും. ആ ലൈറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഡൈനാമോൻ്റെ പരിപാടി കൊണ്ട് നമ്മൾ പെറ്റൽ ചവിട്ടുന്നതിനനുസരിച്ച്, സൈക്കിളിൻ്റെ ചവിട്ടുന്നതിന് സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ച് ഈ ഡൈനാമോ വെച്ച് വർക്ക് ചെയ്യുന്ന ആ ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി, ബൾബിൻ്റെ പ്രകാശവും കൂടുന്നതായിട്ട് കാണാം. അപ്പോൾ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ആളാണ് ഈ ഡൈനാമോ. അടുത്ത ഓപ്ഷൻ കൊടുത്തുള്ള സോളാർ സെല്ലല്ലേ. സോളാർ സെല്ലിൻ്റെ പരിപാടി ഉറപ്പായിട്ടും നിങ്ങൾക്കറിയാം. സോളാർ എനർജി അല്ലെങ്കിൽ സൗരോർജ്ജത്തിന് ഇലക്ട്രിക്കൽ എനർജി വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് സോളാർ സെല്ല്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഉത്തരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ എ ആണ്, ഡ്രൈ സെൽ. നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ഫോർ കറണ്ട് ടു ഫ്ലോ ഫ്രം എ സെൽ ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് ദ ടു ടെർമിനൽസ് ഓഫ് എ സർക്യൂട്ട് മസ്റ്റ് ബി ABCD എന്ന് പറഞ്ഞ് 4 കൊടുത്തിട്ട് അതിലേതാണ് എന്ന് വെച്ചാൽ ചോദ്യത്തിൻ്റെ അർത്ഥം എങ്ങനെയാണ്? അടഞ്ഞ സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകണമെങ്കിൽ അതിലെ സെല്ലിൻ്റെ 2 ടെർമിനലുകൾ ഏത് രീതിയിൽ ഉണ്ടാവണം എന്നുള്ളത്. നമുക്കറിയുന്നൊരു കാര്യമുണ്ട്. ഏത് സെല്ല് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും സെല്ലിൻ്റെ ഒരു ഭാഗത്ത് പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ടാവും, വേറൊരു ഭാഗത്ത് മൈനസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഒരു ഭാഗം പ്ലസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്നുള്ള അർത്ഥത്തിലല്ലേ നമ്മൾ പ്ലസ് ഇടൽ. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഒന്ന് കൂടുതലും ഒന്ന് കുറവും എന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നോക്കാം. രണ്ടും ഓപ്ഷൻ എ വരുന്നത് അറ്റ് ഹൈ പൊട്ടൻഷ്യൽ. രണ്ടും ഒരുപോലെ ഉയർന്നു കിടക്കണം. രണ്ടിനും ഹൈ പൊട്ടൻഷ്യൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉയർന്ന പൊട്ടൻഷ്യൽ ഉണ്ടായാൽ വ്യത്യാസം ഉണ്ടാവില്ല. നമുക്കറിയാം വൈദ്യുതി ഒഴുകണം എന്നുണ്ടെങ്കിൽ അവിടെ പൊട്ടൻഷ്യലിൽ വ്യത്യാസം ഉണ്ടാവണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കി, ഹാവിങ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഹാവിങ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദം എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ 2 ടെർമിനലുകൾ തമ്മിൽ അല്ലെങ്കിൽ 2 അറ്റങ്ങൾ തമ്മിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. ശരിയല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരിക. പിന്നെ അടുത്ത ഓപ്ഷൻ കൂടെ ജസ്റ്റ് വെറുതെ ഒന്ന് വായിച്ചു നോക്കാം. ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. അങ്ങനെയാണോ? ടെമ്പറേച്ചറിലാണോ വ്യത്യാസം ഉണ്ടാവേണ്ടത്? ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാകാൻ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ഇരുമ്പിൻ്റെ ദണ്ടൊക്കെ പിടിച്ച് കുറേ നേരം വെച്ച്, അപ്പോൾ ടെമ്പറേച്ചറിലുള്ള ചേഞ്ചും ഉണ്ട്, ഹീറ്റ് ഫ്ലോ ചെയ്തിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തിയ ചാപ്റ്റർ തുടക്കത്തിലൊരു എക്സ്പെരിമെൻറ്റ്. അതല്ല ഇവിടെ ചോദിച്ചിട്ടുള്ള സെല്ലിൻ്റെ കാര്യം. അപ്പോൾ സെല്ലിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ അതിൽ ചാർജാണ് ഫ്ലോ ചെയ്യേണ്ടത്. ചാർജ് ഫ്ലോ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും പൊട്ടൻഷ്യലിലാണ് ഡിഫറൻസ് ഉണ്ടാവേണ്ടത്, പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ സി ഓപ്ഷനും അല്ല, ഡിയും നോക്കിക്കളയാം. അറ്റ് ഡിഫറെൻറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഉയരങ്ങളിലായിരിക്കണം. അങ്ങനെയൊന്നുമില്ലല്ലോ. ഈ ഓപ്ഷൻ ഏത് വഴിക്കാണ് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ 2 പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുള്ളൊരു പരീക്ഷണം ചെയ്തില്ലേ? അവിടെ വെള്ളം ഒഴുകാൻ വേണ്ടിയിട്ട് 2 ഹൈറ്റിലാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സ്പെരിമെൻ്റൊക്കെ പഠിച്ച ആളൊന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷനൊക്കെ കൊടുത്തേക്കുന്നത്. നേരെ അടുത്തതിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നതിൽ അമ്മീറ്ററും വോൾട്ട് മീറ്ററും ശരിയായ രീതിയിൽ ബന്ധിപ്പിച്ച സർക്യൂട്ട് ഏതാണ്? അമ്മീറ്ററും വോൾട്ട് മീറ്ററും. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സർക്യൂട്ട് ആർ ദി അമ്മീറ്റർ ആൻഡ് വോൾട്ട് മീറ്റർ കണക്റ്റഡ് പ്രോപ്പർലി? അമ്മീറ്ററും വോൾട്ട് മീറ്ററും കറക്റ്റായിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൽ ഏതൊക്കെയോ റോങ് ആയിട്ട് വെച്ചിട്ടുണ്ട്.
അമ്മീറ്ററും വോൾട്ട് മീറ്ററും കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അമ്മീറ്റർ വെക്കുന്ന പോലെ അല്ല വോൾട്ട് മീറ്റർ വെക്കണ്ടേ. അമ്മീറ്റർ വെക്കുമ്പോൾ സീരീസിന് അല്ലെങ്കിൽ നമ്മുടെ സർക്യൂട്ടിന് സീരീസ് ആയിട്ട് വേണം അമ്മീറ്ററിനെ വെക്കാൻ. എന്ന് വെച്ചാൽ സർക്യൂട്ടിൽ മിനിമം ഇലക്ട്രിക്കൽ എനർജി തരുന്ന ഒരാളും ഉണ്ടാവും, അത് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളും ഉണ്ടാവും. ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാ സർക്യൂട്ടിൻ്റെ അകത്തും സെല്ലുണ്ട്, എല്ലാത്തിൻ്റെ അകത്തും സെല്ലുണ്ട്. ഇനി ഈ സെല്ല് വെച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ബൾബുണ്ട് അല്ലെങ്കിൽ ലാമ്പ് ഉണ്ട്, 4ലും ഒരു ലാമ്പ് കാണാം. ഇനി എല്ലാത്തിലും അമ്മീറ്ററും വോൾട്ട് മീറ്ററും ഉണ്ട്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അത് വെച്ച പൊസിഷൻസിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ നോക്കാം ഏതാണ് ശരിയായിട്ടുള്ളതെന്ന്. വോൾട്ട് മീറ്റർ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സർക്യൂട്ടിൽ വോൾട്ട് മീറ്റർ വെക്കുമ്പോൾ അത് പാരലായിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്തിന് പാരലൽ എന്ന് വെച്ചാൽ ഏത് എക്യുപ്മെൻ്റ് ആണോ നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഈ സർക്യൂട്ടിൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡിവൈസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള ഡിവൈസ് ലാമ്പാണ്. അപ്പോൾ ഈ ലാമ്പിന് സമാന്തര രീതിയിൽ വേണം നമ്മുടെ വോൾട്ട് മീറ്ററിനെ വെക്കാൻ. സമാന്തര രീതി എന്ന് പറഞ്ഞാൽ പാരലായിട്ട്. അപ്പോൾ ചിത്രം ഏകദേശം എങ്ങനെ വരുമെന്ന് വെച്ചാൽ സെല്ല് ഇവിടെയുണ്ട്, സെല്ലിൻ്റെ മുകളിൽ നിന്ന് ഒരു വയറെടുത്ത് നമ്മുടെ ലാമ്പുമായിട്ട് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാമ്പിൽ നിന്ന് അടുത്ത കണക്ഷൻ പോയിട്ട് നേരെ ഈ സെല്ലിലേക്ക് വരണം. അതിനിടയ്ക്ക് സെല്ലിന് പാരലായിട്ട് വേണം വോൾട്ട് മീറ്റർ വരാൻ വേണ്ടിയിട്ട്. സെല്ലിനല്ല, നമ്മുടെ ലാമ്പ് ഇവിടെയുള്ള. അപ്പോൾ ലാമ്പിന് പാരലായിട്ട് വേണം വോൾട്ട് മീറ്റർ വരാൻ, ഇവിടെയായിട്ട് വേണം വോൾട്ട് മീറ്റർ വരാൻ. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് അമ്മീറ്റർ വേണം. അമ്മീറ്റർ നമ്മുടെ ഡിവൈസിൻ്റെ നേരെ സീരീസ് ആയിട്ട് നേരെ സാധാരണ പോലെ അങ്ങ് വെച്ചാൽ മതി. അതായത് ഇതല്ലേ നമ്മുടെ മെയിൻ സർക്യൂട്ട്, ആ ചോപ്പ് കൊണ്ട് വരച്ചാണ് മെയിൻ സർക്യൂട്ട്. അതിൻ്റെ സീരീസ് ആയിട്ട് തന്നെ, അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ അങ്ങ് വെച്ചാൽ മതി അമ്മീറ്ററിനെ. ഇതാ ഇങ്ങനെ. അപ്പോൾ ഈ രീതിയിൽ വരുന്ന ചിത്രം ഏതാണെന്നുള്ളത് നോക്കിയാൽ മതി. ഇതൊക്കെ പോട്ടെ. ഈ രീതിയിൽ വരുന്ന ചിത്രം ഓപ്ഷൻ എവിടെ? ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ എ, ബി, സി, ഡി കാണാൻ ഏകദേശം ഒരുപോലെ ഉണ്ടാവും. പ്രത്യേകിച്ച് സിയും ഡിയും നോക്കുമ്പോൾ ഇച്ചിരിയും കൂടി ആക്യുറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. പാരലായിട്ട് തന്നെയാണ് വോൾട്ട് മീറ്റർ വെച്ച്, സീരീസ് ആയിട്ട് തന്നെയാണ് അമ്മീറ്റർ വെച്ച്. പക്ഷേ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് തെറ്റാണ്. തെറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെല്ലിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ളത് നെഗറ്റീവാണ്, ചെറിയ വരെ നെഗറ്റീവ് അല്ലേ. അതിങ്ങനെ പോയി ഈ ഭാഗത്ത് എത്തുമ്പോൾ ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും അത് പോസിറ്റീവ് എന്ന്. അങ്ങനെയല്ല വേണ്ടത്, ഈ സൈഡിൽ ഫുള്ളായിട്ട് നെഗറ്റീവ് തന്നെയാണ് വേണ്ടത്. ഇനി ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ പോസിറ്റീവാണ്, സെല്ലിൻ്റെ പോസിറ്റീവാണ് ഉള്ളത്. പക്ഷേ അമ്മീറ്ററിൻ്റെ ഈ ഭാഗം കണ്ടോ നെഗറ്റീവ് എന്നാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഡയഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ നെഗറ്റീവ് ഉണ്ട്, ഈ ഭാഗത്തേക്ക് വോൾട്ട് മീറ്ററിൻ്റെയും നെഗറ്റീവ് തന്നെയുള്ളത്. ഇവിടെ നോക്കുമ്പോൾ പോസിറ്റീവ് ഉണ്ട്, അമ്മീറ്ററിൻ്റെ പോസിറ്റീവിൻ്റെ ഭാഗം തന്നെയാണ് വരുന്നത്. അപ്പോൾ അതാണ് ശരി. അടുത്ത ചോദ്യം, മാച്ച് ദ ടേംസ് ഇൻ ദ കോളം എ വിത്ത് ദോസ് ഇൻ കോളം ബി ആൻഡ് സി. എ ബി സിയിലുള്ളത് കറക്റ്റായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ എ ബി സിയിൽ ആരൊക്കെ ഉണ്ട് എന്ന് നോക്കാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, മലയാളത്തിൽ പറഞ്ഞാൽ പൊട്ടൻഷ്യൽ വ്യത്യാസം, ഡിഫറൻസ് പറഞ്ഞാൽ വ്യത്യാസം. പൊട്ടൻഷ്യൽ വ്യത്യാസമുണ്ട് എയിൽ. ഇനി ബിയിലുള്ളത് എന്തൊക്കെയോ സാധനങ്ങൾ ബൈ എന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും, അതെല്ലാം യൂണിറ്റുകളാണ്. സി കോളത്തിൽ ഉള്ളത് അതും യൂണിറ്റുകൾ തന്നെയാണ്. ബിയിലുള്ളത് ഇക്വേഷൻസ് അല്ലേ, ബിയിലുള്ളത് എന്തൊക്കെയോ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻസാണ്. സിയിലുള്ളത് അതിൻ്റെ SI യൂണിറ്റ്സാണ്. അപ്പോൾ നോക്കാം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഈ തന്നിരിക്കുന്നതിൽ ഏതാണെന്നുള്ളത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V = W/Q എന്നും പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടേനും, വർക്ക് ബൈ ചാർജ്. ഇനി വർക്ക് ബൈ ചാർജ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ അതിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണ് റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ. അപ്പോൾ അതിൻ്റെ യൂണിറ്റും അങ്ങനെ തന്നെ പഠിച്ചാൽ മതി, V തന്നെയായിരിക്കും. നേരെ കിടക്കുന്ന വോൾട്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V വെച്ച് റെപ്രസെൻ്റ് ചെയ്യും, അതിൻ്റെ യൂണിറ്റ് നോക്കുകയാണെങ്കിലും V തന്നെയാണ്, വോൾട്ട്. നെക്സ്റ്റ് നമുക്ക് കറണ്ടാണുള്ള, കറണ്ട് I വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. ഇനി കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ള ആലോചിക്കാം. കറണ്ട് I = Q/T എന്നാണ് പഠിച്ചത്. ഒരു യൂണിറ്റ് ടൈമിൽ ഒഴുകുന്ന ചാർജിൻ്റെ അളവിനെ നമ്മൾ കറണ്ട് എന്ന് വിളിച്ചത്. അപ്പോൾ I = Q/T, നേരെ മേലോട്ട് പോയി. ഇനി അതിൻ്റെ യൂണിറ്റ് വേണം, കറണ്ടിൻ്റെ യൂണിറ്റാണ് വേണ്ടത്. കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ. ഇനി അവസാനമുള്ളതിനെ മാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത് എന്തായാലും നോക്കിക്കളയാം, റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് R = V/I അല്ലേ, ഓംസ് ലോൻ്റെ അകത്ത് നിന്ന്, ഓംസ് ലോ പഠിക്കുമ്പോൾ ഫ്രീ കിട്ടിയ സാധനം. R = V/I. ഇനി
ഓംസ് ലോൻ്റെ അകത്തു നിന്നാണ് റെസിസ്റ്റൻസ് കിട്ടിയെന്ന് ഓർമ്മയുണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ആലോചിക്കാൻ വേറെ പ്രയാസമൊന്നുമില്ല. ഓം, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് W/Q, അതിൻ്റെ യൂണിറ്റ് വോൾട്ട്. അടുത്തത് കറണ്ട് I = Q/T, കറണ്ടിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് ആംബിയർ. റെസിസ്റ്റൻസ് R = V/I, അതിൻ്റെ യൂണിറ്റ് ഓം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 50 joule of work is done to move an electric charge of 5 coulomb from point M to N in an electric circuit. What is the potential difference between M and N? എന്ന് വെച്ചാൽ ഒരു വൈദ്യുത സർക്യൂട്ടിൽ M എന്ന ബിന്ദുവിൽ നിന്ന് 5 കുളം വൈദ്യുത ചാർജ് N എന്ന ബിന്ദുവിൽ എത്തിക്കാൻ വേണ്ടി 50 ജൂൾ പ്രവൃത്തി ചെയ്തു. അങ്ങനെയാണെങ്കിൽ M, N എന്നീ ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര? ചോദ്യം എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ വ്യത്യാസം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. ആദ്യം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി തന്നിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് എഴുതി വെക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്? കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. പ്രവൃത്തി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വർക്ക് തന്നിട്ടുണ്ട്, അതുപോലെ ചാർജും തന്നിട്ടുണ്ട്. പ്രവൃത്തി അല്ലെങ്കിൽ വർക്കിനെ നമ്മൾ W കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. W = 50 ജൂൾ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ ചാർജും തന്നിട്ടുണ്ട്. ചാർജ് എത്രയാണ്? 5 കുളോം. ചാർജ് Q അല്ലേ, അപ്പോൾ Q = 5 കുളോം എന്ന് എഴുതാം. ഇനി ചോദ്യത്തിലേക്ക് പോകുന്നത്, ചോദ്യം V ആ. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ, പൊട്ടൻഷ്യൽ വ്യത്യാസത്തെ V വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. V = W/Q അല്ലേ, വർക്ക് ബൈ ചാർജ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം V = W എന്ന് പറഞ്ഞാൽ 50 ഡിവൈഡഡ് ബൈ 5. 15 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 50 എത്ര? 5 ഉണ്ട്. 50 10 5 10. അല്ലെങ്കിൽ ഇവിടുന്ന് വെട്ടമൊക്കെ ചെയ്യാം. 5 എത്ര? 5, ഒരു 5. മേലത്തെ 5 എത്ര? 5, 1. 0 ഇല്ല, അപ്പോൾ 10 എന്ന് വരും. ആൻസർ കിട്ടി. V = 10. V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിൻ്റെ യൂണിറ്റ് വോൾട്ട്. അപ്പോൾ നിർബന്ധമായിട്ടും യൂണിറ്റ് കൊടുക്കണം, വോൾട്ട് എന്നുള്ളത്. ഇതൊരു നല്ല ക്വസ്റ്റ്യനാണ്. ടെക്സ്റ്റിൽ നേരിട്ട് ചോദിക്കാത്ത, ലെക്ചർസിൽ മാത്രമേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനുള്ളൂ. മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം കൂടിയാണ്. പോട്ടെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട്സ് ആർ ബൾബ് കണക്റ്റഡ് ഇൻ സീരീസ്? തന്നിരിക്കുന്ന സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് ശ്രേണി രീതിയിൽ ബൾബിനെ കണക്ട് ചെയ്ത് വെച്ചതിൽ ഏതൊക്കെയാണെന്നുള്ളതാണ്. സീരീസ് കണക്ഷനാണ്. സീരീസ് അതായത് ശ്രേണി രീതി. നോക്കാം. ഒന്നാമത്തെ നോക്കുന്നു, രണ്ടാമത്തെ നോക്കുന്നു, മൂന്നാമത്തെ നോക്കുന്നു, നാലാമത്തെ നോക്കുന്നു. ഇതിൽ ശ്രേണി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെല്ലിൻ്റെ പോസിറ്റീവോ നെഗറ്റീവോ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നോക്കി തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ ഡയഗ്രത്തിൻ്റെ ഒരു സെല്ലിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കി തുടങ്ങാം. എല്ലാത്തിനും ലെഫ്റ്റിൽ നിന്ന് നോക്കി തുടങ്ങാൻ നോക്കാം. ഇവിടെ നിന്ന് തുടങ്ങുന്നു, നോക്കി പോകുമ്പോൾ ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ആകുന്നുണ്ട്. സ്പ്ലിറ്റ് ആയിട്ട് ഒന്നാമത്തെ ലാമ്പിലേക്കും രണ്ടാമത്തെ ലാമ്പിലേക്കും പോയി കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതെന്തല്ല? സീരീസ് അല്ല, ഇത് പാരലൽ കോമ്പിനേഷനാണ്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ, അടുത്ത ബി ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ വീണ്ടും ലെഫ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങുന്നത്. ഈ സൈഡിൽ നിന്ന് തുടങ്ങി, അല്ലെങ്കിൽ നെഗറ്റീവിൽ നിന്ന് തുടങ്ങുന്നത് നോക്ക്, അല്ലെങ്കിൽ പോസിറ്റീവിൽ നിന്ന് തുടങ്ങുന്നത്. ലെഫ്റ്റ് പറയാൻ സുഖം തോന്നിയതുകൊണ്ട് ലെഫ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഇങ്ങനെ വരുമ്പോൾ ഒരു ലാമ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബൾബ് ഉണ്ട്. അത് പിന്നെയും പോയി ഇങ്ങനെ വരുമ്പോൾ അതേ കണ്ടിന്യൂഷനായിട്ട് വരുമ്പോൾ തന്നെ പിന്നെ ഒരു ലാമ്പ് ഉണ്ട്. അപ്പോൾ ഇവർ എന്താ പറയുക, ഒരു തുടർച്ചയിലെ ഒരു ശ്രേണിയിലുള്ള അല്ലെങ്കിൽ ഒരു സീരീസിലുള്ളതെന്ന് പറയാം. അപ്പോൾ ഇത് സീരീസ് തന്നെയാണ്. നെക്സ്റ്റ് ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിക്കളയാം. പോസിറ്റീവിൽ നിന്നാണ് കറക്റ്റ് തുടങ്ങുന്നത്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ടിൻ്റെ ഫ്ലോ. ശരി, അങ്ങനെ തന്നെ നോക്കാം. എന്തായാലും ഈ സൈഡിൽ നിന്ന് തുടങ്ങുന്നു, റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങുന്നു, ഇങ്ങനെ പോവുകയാണെന്ന് നോക്കാം. നമ്മളിവിടെ നടക്കാൻ നോക്കാം. ആ നടത്തത്തിൻ്റെ ഇടയിൽ ഒരു ബൾബ് കണ്ട്, പിന്നെയും പോയി വേറെ എവിടെയും ബ്രാഞ്ചുകൾ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു ബൾബ് കണ്ട്, അത് പിന്നെയും കണ്ടിന്യൂ ചെയ്ത് നടന്ന് വരുമ്പോഴത്തേക്ക് സെല്ലിൻ്റെ അടുത്ത ടെർമിനലെത്തി. എന്ന് വെച്ചാൽ ഈ സി ചിത്രം സത്യത്തിൽ സീരീസ് തന്നെയാണ്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമ്മുടെ പാരലൽ പോലെ ഉണ്ടാവും. ഒരു ബൾബ് ഇവിടെയും കാണാം, ഒരു ബൾബ് ഇവിടെയും കാണാം. മിക്കവാറും പാരലൽ വരയ്ക്കുമ്പോൾ ഒക്കെ ഇതുണ്ടോ, ഇവിടെ കണ്ടോ, മേലേയും താഴെയായിട്ട് ഉണ്ടാവാം. അങ്ങനെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്. ഇത് സത്യം പറഞ്ഞാൽ സീരീസ് കോമ്പിനേഷൻ തന്നെയാണ്, പാരലൽ അല്ല, ഇത് സീരീസാണ്. നെക്സ്റ്റ്, ഇത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സാധനം, അടിയിൽ കാണുന്നത്, ഇത് പാരലൽ കോമ്പിനേഷനാണ്. സെല്ലിൻ്റെ ഒരു സൈഡിൽ നിന്ന് നടന്നു തുടങ്ങിയാൽ മതി, അല്ലെങ്കിൽ
സൈഡിലൂടെ ഇങ്ങനെ വരച്ച് നോക്കിയാൽ ഇങ്ങനെ പോയി 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 ഇവിടെ എത്തുമ്പോൾ ഒരു ബ്രാഞ്ച് വന്ന്, പിന്നെ അടുത്ത ബൾബിലേക്ക് എത്തണമെങ്കിൽ അടുത്ത വയറിലൂടെ അല്ലെങ്കിൽ അടുത്ത ബ്രാഞ്ച് കൂടെ വേണം പോയാൽ. അപ്പോൾ ഇതെന്താണ്, സീരീസ് അല്ല, ഇത് പാരലൽ കോമ്പിനേഷനാണ് വരിക. അപ്പോൾ ബി ആൻഡ് സി ആണ് നമ്മുടെ ഉത്തരം. ഇതിനെ ഒന്ന് സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. അടുത്ത ചോദ്യം, അനലൈസ് ദ സർക്യൂട്ട് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ആദ്യം തന്നെ ഒന്നങ്ങ് അനലൈസ് ചെയ്തേക്കാം ചിത്രത്തിന്. ഇനി ഓപ്ഷൻസിലേക്ക് പോകാം അല്ലെങ്കിൽ സബ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. കാൽക്കുലേറ്റ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ. ഇഫക്റ്റീവ് റെസിസ്റ്റൻസാണ് വേണ്ടത്. അപ്പോൾ ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ റെസിസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു സെല്ലുണ്ട്, പ്രതിരോധകങ്ങളുണ്ട്, അതുപോലെ ഒരു സ്വിച്ചുണ്ട്. ഇനി ഇത് വെച്ച അറേഞ്ച്മെൻറ്റ് ഏത് രീതിയിലാണ്, സീരീസിലാണോ പാരലലാണോ ശ്രേണിയിലാണോ സമാന്തരമായിട്ടാണോ വെച്ചതെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് നടന്നു തുടങ്ങുന്നത് പോയി 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 ഒരു പ്രതിരോധം കണ്ട്, വീണ്ടും കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ നടക്കുന്നു, വീണ്ടും ഒരു റെസിസ്റ്റർ കണ്ട്, പിന്നെയും നടന്നു തുടങ്ങി അടുത്ത സെല്ലിൻ്റെ അടുത്ത ടെർമിനലെത്തി. അങ്ങനെയാണെങ്കിൽ ഇതെന്തായാലും തീർച്ചയായും ഇത് ഒരു സീരീസ് കോമ്പിനേഷനാണ്, ശ്രേണി രീതിയിലാണ് ഇവിടെ പ്രതിരോധങ്ങളെ റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള, ആകെ പ്രതിരോധം കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമുക്കറിയാം. ശ്രേണി രീതിയിലാണെങ്കിൽ R = R1 + R2. ഇവിടെ ഒന്നിനെ R1 ആയിട്ടും അടുത്തതിനെ R2 ആയിട്ടും പരിഗണിക്കാം. തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല, ഉള്ളതിനെല്ലാം കൂട്ടുക. സീരീസിൽ ശ്രേണിയിൽ അങ്ങനെയല്ലേ, എത്ര പ്രതിരോധം ഉണ്ടോ അതെല്ലാം കൂടിയും കൂട്ടാം. അപ്പോൾ R1 നമ്മൾ ഇവിടെ എടുത്തത് 2 Ω 2 Ω പ്ലസ് R1 1 Ω ആണ് 1 Ω. അപ്പോൾ 2ഉം 1ഉം കൂടെ കൂട്ടി 3 Ω എന്ന് വരും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് ദ കറണ്ട് ത്രൂ ദ സർക്യൂട്ട്? വാട്ട് ഈസ് ദ കറണ്ടിനുള്ള സമവാക്യം ഇക്വേഷൻ വേണം. ഇവിടെ ഇഫക്റ്റീവായിട്ട് മൊത്തം ഇവിടെ നിലവിൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ഉം 1ഉം കൂടെ കൂട്ടി 3 Ω ഉണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇത് കയ്യിലുണ്ട്. ഇനി ചോദ്യം കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഐൻ്റെ ഇക്വേഷൻ വേണം. I = Q/T ഒക്കെ ഉണ്ട്, പക്ഷേ അതിവിടെ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ടൈമിൻ്റെ കാര്യവും ചാർജിൻ്റെ കാര്യവും എന്നല്ല പറയുന്നത്. പക്ഷേ ഇവിടെ എന്തൊക്കെയുണ്ട്, ബൾബിൻ്റെ വോൾട്ടേജ് തന്നിട്ടുണ്ട് 6 വോൾട്ട്, അതുപോലെ റെസിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ വിയും ആറും കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇക്വേഷൻ വേണം എടുക്കുക. അത് ഓംസ് ലോയിലുണ്ട്. ഓംസ് ലോ എന്ന് പറഞ്ഞു വരുമ്പോൾ V = IR എന്നൊരു സമവാക്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസാണ്. ഇവിടുത്തെ V തന്നിട്ടുണ്ട് 6V അല്ലെങ്കിൽ 6 വോൾട്ട്, അത് ഇവിടെ കൊടുക്കാം. R = I എന്ന് പറഞ്ഞാൽ ഇവിടെ ഒഴുകുന്ന കറണ്ടാണ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. I × R. R എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസാണ്, വെറും പ്രതിരോധമല്ല, സഫല പ്രതിരോധം. അപ്പോൾ I × ഇത് രണ്ടും കൂടെ കൂട്ടിയ 3, I × 3 എന്ന് വരും. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട I = ഇവിടെ 6 ഉണ്ട്, ഈ ഗുണിക്കണം 3നെ അപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഹരിക്കണം 3 എന്ന് വരും. അതായത് I = 6/3. 6നെ 3 കൊണ്ട് ഹരിച്ചാൽ 2 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സൈഡിൽ എഴുതട്ടെ, I = 6/3 എന്ന് പറഞ്ഞാൽ 2 എന്താണ്, ആംപിയറാ. I അല്ലേ കണ്ടുപിടിച്ചേ, I എന്ന് പറഞ്ഞാൽ കറണ്ടാണ്, കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ. യൂണിറ്റ് എഴുതാൻ മറന്നു പോകരുത്. അപ്പോൾ I എത്രയാണ്, 2 ആംപിയറാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 2 Ω റെസിസ്റ്റർ? 2 Ω റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. 2 Ω പ്രതിരോധം വരുന്ന ആ പ്രതിരോധത്തിൻ്റെ കാര്യം മാത്രമേ നോക്കണ്ടൂ. അവിടെയുള്ള 2 Ω പ്രതിരോധകത്തിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ റെസിസ്റ്ററിൻ്റെ അടുത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണെന്ന് അറിയാം, V = IR ആണെന്നും അറിയാം. ഇവിടെ 2R ഉള്ളത് കൊണ്ട് 2R ഉണ്ട്. 1R എന്ന് പറഞ്ഞാൽ ഇതിന് ജസ്റ്റ് ഒന്ന് പേര് കൊടുക്കുന്നത്, ഇത് ഒന്നാമത്തെ R അല്ലെങ്കിൽ R1, ഇത് രണ്ടാമത്തെ R2, തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നിലവിൽ ഇവിടെ വേണ്ടത് 2 Ω 2 Ω റെസിസ്റ്ററിൻ്റെതാണ്. അപ്പോൾ R1ൻ്റെ കാര്യമാണ് നമുക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V = അല്ലെങ്കിൽ വേണമെങ്കിൽ V1 എന്നല്ല എഴുതാം, V = I
R എന്ന് എഴുതുന്നതിന് പകരം R1 എന്ന് എഴുതാം. ഇവിടെ രണ്ടെണ്ണം ഇല്ലേ റെസിസ്റ്റർ ഇവിടെ, അതുകൊണ്ട് R1 എന്ന് എഴുതുന്നു. വേണമെങ്കിൽ ഇതായി V1 എന്ന് തന്നെ വിളിച്ചേക്കും. അപ്പോൾ I വേണം. I ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് തൊട്ട മുന്നിലുള്ള ഈ ക്വസ്റ്റ്യനിൽ I കണ്ടുപിടിച്ചിട്ടുണ്ട്. I ഈസ് ഈക്വൽ ടു 2 ആംപിയർ എന്നിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതെടുത്ത് ഇവിടെ കൊടുത്തേച്ചാൽ മതി. I എത്രയാ 2 ആണ്. അതുപോലെ R1 എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസിസ്റ്റർ 2 ഓമിൻ്റെ റെസിസ്റ്റർ. അപ്പോൾ 2 × 2 ഈസ് ഈക്വൽ ടു 2 ഗുണിക്കണം 2 4 എന്ന് കിട്ടും. 4 വോൾട്ട് ഫോർ V. ഇനി അടുത്ത ചോദ്യം D ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ R1 റെസിസ്റ്റർ? R1 എന്ന പ്രതിരോധകത്തിലൂടെ പോകുന്ന കറണ്ട് എത്രയാണ്? നോക്കൂ, ഇത് ശ്രേണിയാണോ സമാന്തരമാണോ എന്ന് ചോദിച്ചാൽ ഇത് ശ്രേണിയാണ്. ശ്രേണി രീതിയിലാണെങ്കിൽ കറണ്ട് സെയിം ആയിരിക്കും, കറണ്ട് മാറില്ല. കറണ്ട് ഒഴുകുക എന്ന് പറഞ്ഞത് ഇങ്ങനല്ലേ പോവുക, ഈ പോസിറ്റീവും തുടങ്ങി ഇങ്ങനെ പോയി 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 ഇവിടെ എത്തി ഇതിലൂടെ വന്ന് 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 ഇപ്പുറത്തറ്റത്ത് ഇവിടെ നേടിയും ഒരിക്കലും ഇയാൾക്ക് ബ്രാഞ്ചായിട്ട് ഒരു ശാഖയായിട്ട് പോകേണ്ട അവസ്ഥ വന്നിട്ടില്ല. നമ്മൾ നടക്കുന്ന കാര്യമെങ്കിലും ആലോചിച്ച് വെച്ചാൽ മതി. നമ്മൾ ഈ പോസിറ്റീവിൽ നിന്ന് തുടങ്ങി നടക്കാൻ വേണ്ടി തുടങ്ങുന്നതെന്ന് വിചാരിക്കാം. ഇതിലൂടെ നടന്ന് 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 ഈ സ്വിച്ച് ഓണിലാണല്ലോ, ഇതിലൂടെ നടന്ന് 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 ഒറ്റ വഴിയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ഈ 2 ഓമിൽ കൂടെ കയറി 1 ഓമിൽ കൂടെ കയറി ഇങ്ങനെ വന്ന് സെല്ലിൻ്റെ അടുത്ത ടെർമിനലിലേക്ക്. അപ്പോൾ I ഇവിടെ എപ്പോഴും സെയിമാണ്, എവിടെയും സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല, വേറെ വഴിയൊന്നുമില്ല, ആകെ ഒറ്റ വഴിയുള്ളൂ, ഇത് ഇങ്ങനെ ഈ വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ I എന്താണ്, സെയിം തന്നെയാണ്. നേരത്തെ എത്രയാണ് I കിട്ടിയത്? 2 ആംപിയർ എന്നാണ് കിട്ടിയത്. അപ്പോൾ ഏത് ഭാഗത്തില്ല R1ലായാലും R2ലായാലും എക്സ്പീരിയൻസ് ചെയ്യുന്ന I കറണ്ടിൽ വ്യത്യാസമൊന്നുമില്ല, അത് 2 ആംപിയർ ആയിരിക്കും, 2 ആംപിയർ. റെഡി? നെക്സ്റ്റ് ചോദ്യം. ഇത് നേരത്തെ തന്നെ മലയാളം തന്നെയാണ് കേട്ടോ, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻ എൻ ഇലക്ട്രിക് സർക്യൂട്ട്, എട്ടാമത്തെ ചോദ്യമാണ്. ഇൻ എൻ ഇലക്ട്രിക് സർക്യൂട്ട് ഇൻ വിച്ച് വേ ആർ ദ ഫാൻ ആൻഡ് റെഗുലേറ്റർ കണക്റ്റഡ്? എന്ന് വെച്ചാൽ ഒരു വൈദ്യുത സർക്യൂട്ടിൽ ഫാനും റെഗുലേറ്റർ എന്ന സംഗതി എന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഫാനിൻ്റെ ഈ സീലിംഗ് ഫാനിൻ്റെ ഒക്കെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ളൊരു സാധനം സ്വിച്ചിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടാവും, അതിനാണ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ആ ഫാനും റെഗുലേറ്ററും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏത് രീതിയിലാണ് എന്ന് വെച്ചാൽ ശ്രേണിയിലാണോ സമാന്തരത്തിലാണോ ശ്രേണിയിലാണോ, സീരീസ് ആണോ പാരലലാണോ എന്നുള്ളതാണ് ചോദ്യം. പാരലലാണോ സീരീസിലാണോ? സീരീസ് കണക്ഷൻ്റെ പ്രത്യേകത നമുക്കറിയാം. അതിലുള്ള ഒരു എക്യുപ്മെൻറ്റ് കേടായി പോയാൽ ആ കംപ്ലീറ്റ് വർക്ക് ചെയ്യണ്ടായി പോകും. അല്ലെങ്കിൽ ഒരു സീരീസ് കണക്ഷനിൽ ഒരു ശ്രേണി രീതിയിൽ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും വേണ്ട, നമ്മുടെ ഫാനിൻ്റെയും റെഗുലേറ്ററിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെഗുലേറ്റർ ഉണ്ട്. ഇത് നേരെ വേണം കണക്ട് ചെയ്യാൻ. അങ്ങനെ ആലോചിച്ചാൽ പോരെ, ഫാനും കഴിച്ചിട്ട് ഫാനിൻ്റെ മുകളിൽ ഒരു കണക്ഷൻ കൊടുത്തിട്ട് വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ടൊന്നുമല്ല ഈ റെഗുലേറ്റർ കണക്ട് ചെയ്യുന്നത്, ഫാനിൻ്റെ കൂട്ടത്തിൽ തന്നെ. അങ്ങനെയെങ്കിലും ആലോചിച്ചൂടെ? അപ്പോൾ നേരെ കണക്ട് ചെയ്യുന്നത്. നേരെ എന്ന് പറഞ്ഞാൽ ശ്രേണി അല്ലെങ്കിൽ സീരീസിലാണ് നമ്മുടെ ഫാനും റെഗുലേറ്ററും കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ സീരീസ് അല്ലെങ്കിൽ ശ്രേണിയാണ് ആൻസറായിട്ട് വരിക. അടുത്ത ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് സർക്യൂട്ട്. വിച്ച് വോൾട്ട് മീറ്റർ ഷോസ് എ റീഡിംഗ് ഓഫ് 10 വോൾട്ട്? 10 വോൾട്ട് കാണിക്കുന്നത് ഈ തന്നിരിക്കുന്ന 4 ചിത്രങ്ങളിൽ ഏത് വോൾട്ട് മീറ്ററിൻ്റെ അകത്താണ് 10 വോൾട്ട് കാണിക്കുക എന്നുള്ളതാണ്. നല്ല ചോദ്യം. നോക്കാം എന്താ പരിപാടി. ഇങ്ങനൊരു ചോദ്യമെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 4 ഓപ്ഷനും ഒന്ന് വെറുതെ ഒരു തവണയെങ്കിലും ഒന്ന് നോക്കുക, എന്നിട്ട് വീണ്ടും ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. അപ്പോൾ വേണ്ടത് 10 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണിക്കുന്നത് ഏതൊക്കെ ഫിഗറിലാണ്, ഏത് അല്ലെങ്കിൽ ഏതൊക്കെ. അപ്പോൾ ഒന്ന് മാത്രമേ ഉണ്ടാവൂ എന്നുള്ളത് അങ്ങനെ വിചാരിക്കേണ്ട. ചിലപ്പോൾ ഒന്നും ശരിയായിരിക്കും, ചിലപ്പോൾ 2 ശരിയായിരിക്കും, ചിലപ്പോൾ 3 ശരിയായിരിക്കും. 3 ശരിയായ സാധ്യത കുറവാണ്, ചിലപ്പോൾ 2 ഒക്കെ ശരിയായെന്ന് വരും. നോക്കാം. ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഒന്ന് ബിയും അതുപോലെ ഡിയും വരാം. ഈ ബി എന്ന് പറയുന്ന ഫിഗറിൻ്റെ അകത്തും ഡി എന്ന പറയുന്ന ഫിഗറിൻ്റെ അകത്താണ് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 10 വോൾട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 50 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കമ്പിയുടെ പ്രതിരോധം 5 ഓം ആണ്. ഇതിനെ വലിച്ചു നീട്ടി നീളം ഇരട്ടിയാക്കുന്നുവെങ്കിൽ ചാലകത്തിൻ്റെ ഛേദതല പരപ്പളവ് വണ്ണത്തിന് എന്ത് മാറ്റം വരും? അതുപോലെ ചാലകത്തിൻ്റെ പ്രതിരോധം എത്രയാകും? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എ വയർ ഓഫ് ലെങ്ത് 50 സെൻറ്റിമീറ്റർ ഹാസ്
a resistance of 5 ohm. If the length is doubled by stretching, what happens to the area of cross section or thickness of the conductor? അതുപോലെ വാട്ട് വിൽ ബി ദ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ. റെസിസ്റ്റൻസിന് മാറ്റം എന്തായാലും വന്നിട്ടുണ്ടാവും. നിലവിൽ ഒരു കമ്പിയുണ്ട് അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ ഉണ്ട്. ആ കണ്ടക്ടറിൻ്റെ നീളം വരുന്നത് 50 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 50 സെൻറ്റിമീറ്ററാണ്. MC അല്ല, CM. ഇനി ഇതിനെന്താ ചെയ്യുന്നത്? ഇതിന് നിലവിലിപ്പോൾ 5 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. നിലവിൽ 5 ഓം റെസിസ്റ്റൻസ് ഉള്ള 50 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടറാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി ഇതിനെ വലിച്ച് നീട്ടിയെടുത്ത് ഒരു കമ്പി കഷ്ണം കയ്യിലുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു വയർ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക, അതിനെ അടിച്ച് പരത്തി വലിച്ച് നീട്ടിയെടുത്ത് അതിൻ്റെ നീളം കൂട്ടി. നീളം കറക്റ്റായിട്ട് പറഞ്ഞാൽ നീളം എന്താക്കി? ഇരട്ടിയാക്കി, ഡബിളാക്കി. അപ്പോൾ 50 സെൻറ്റിമീറ്റർ ഇതിൻ്റെ നീളം, അത് ഡബിളാക്കി എന്ന് വെച്ചാൽ 50ൻ്റെ ഡബിൾ, 50ൻ്റെ ഇരട്ടി, 100 സെൻറ്റിമീറ്റർ ആക്കി ഇപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ നീളം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഛേദതല പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്തെങ്കിലും വ്യത്യാസം വരുമെന്ന്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഛേദതല പരപ്പളവ് എന്നുള്ള വേർഡ് നന്നായിട്ട് നോക്കി വെച്ചേക്കണം. വണ്ണം എന്നും തിക്നെസ് എന്നും പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് ഈ വേർഡായിരിക്കും മിക്കവാറും എക്സാമിന് വരാൻ ചാൻസ്. ബാക്കിയുണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ വണ്ണെന്നും തിക്നെസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ തിക്നെസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമെന്നാൽ തീർച്ചയായിട്ടും തിക്നെസ് എന്ത് ചെയ്യും? തിക്നെസ് കുറയും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഒരു കമ്പി ഉണ്ട്, അതിനെ വലിച്ച് നീട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ വണ്ണം കുറച്ചിട്ടേ നീട്ടാൻ പറ്റും. ഇങ്ങനെ അടിച്ച് പരത്തി എന്താ പറയുക, അങ്ങനെ വലിച്ച് നീട്ടിയെടുക്കണം. അപ്പോൾ ഉറപ്പായിട്ടും വണ്ണം കുറയും, ഛേദതല പരപ്പളവ് കുറയും. അപ്പോൾ ഓപ്ഷൻ ക്വസ്റ്റ്യൻ എന്റെ ഉത്തരമായിട്ട് വരുന്നത് വണ്ണം കുറയും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയും, ഛേദതല പരപ്പളവ് കുറയും, തിക്നെസ് കുറയും. രണ്ടാമത്തെ ചാലകത്തിൻ്റെ പ്രതിരോധം എത്രയാകും? അപ്പോഴത്തേക്ക് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് ഒന്നും കൂടെ തിരിച്ചു കൊണ്ടി വരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ 50 സെൻറ്റിമീറ്റർ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന നീളം, ഇപ്പോൾ അതിനെ ഡബിളാക്കി 100 സെൻറ്റിമീറ്റർ ആക്കി, 100 സെൻറ്റിമീറ്റർ ആക്കി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ തിക്നെസ് കുറഞ്ഞിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. എത്ര കുറഞ്ഞിട്ടുണ്ടാവും കറക്റ്റായിട്ട് പറഞ്ഞാൽ? ഇവിടെ ഡബിളാക്കിയല്ലേ, ലെങ്ത്ത് ഡബിളാക്കിയല്ലേ ചെയ്തേ. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് 1/2 വെച്ചിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. 1/2 വെച്ചിട്ട് തിക്നെസ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ തിക്നെസ് കുറയുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. തിക്നെസ് കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, അതുപോലെ ലെങ്ത്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് കൂടാനുള്ള സാഹചര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ ലെങ്ത്ത് ഡബിളാക്കി, അതേപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വണ്ണം എന്താക്കിയിട്ടുണ്ട്? പകുതിയാക്കുകയും ചെയ്തു. അപ്പോൾ ഉറപ്പായിട്ടും പ്രതിരോധം കൂടും, റെസിസ്റ്റൻസ് കൂടും. എത്ര കൂടും എന്ന് വെച്ചാൽ 4 മടങ്ങ് അല്ലെങ്കിൽ 4 ടൈംസ് ആയിട്ട് ഈ പ്രതിരോധം റെസിസ്റ്റൻസ് കൂടും. 4 ടൈംസ് ആവും, 4 മടങ്ങ്. പുതിയ പ്രതിരോധം, ചാലകത്തിൻ്റെ പ്രതിരോധം എത്രയാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് 4 മടങ്ങായിട്ട് മാറുകയാണ് ചെയ്യുക. അടുത്ത നല്ലൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഗ്രാഫ് ഗിവൺ ബിലോ റെപ്രസെൻറ്റ് ഓംസ് ലോ? ഓംസ് ലോനെ പ്രതിനിധീകരിക്കുന്ന ഗ്രാഫ് ഏതാണ് എന്നുള്ളതാണ്. ഓംസ് ലോ പ്രകാരം കറണ്ട്, ഒരു സർക്യൂട്ടിലുള്ള കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജ് കൂടും, അല്ലെങ്കിൽ I പ്രൊപ്പോർഷണൽ ടു V, അല്ലെങ്കിൽ V പ്രൊപ്പോർഷണൽ ടു I എന്നെങ്കിലും ആവട്ടെ. അപ്പോൾ കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജ് കൂടണം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടണം. കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജ് കൂടണം. രണ്ടിലും എല്ലാ ഓപ്ഷനും നോക്കുകയാണെങ്കിൽ മാർക്കിംഗ് ഒക്കെ കറക്റ്റ് തന്നെയാണ്. I താഴെയുള്ള എക്സ് ആക്സിലാണ് I ഉള്ളത്, Y ആക്സിലാണ് വോൾട്ടേജ് ഉള്ളത്. ശരിയാണ്. ഇനി I കൂടുമ്പോൾ V കൂടുന്ന ഗ്രാഫ് ഏതാണെന്നുള്ളത് നോക്കണ്ടേ, കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജ് കൂടുന്ന ഗ്രാഫ് ഏതാണെന്നുള്ളത് നോക്കണ്ടേ. ഒന്നാമത്തെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ അതിൽ I കൂടുന്നുണ്ട്, പക്ഷേ V മാറുന്നേ ഇല്ല. V ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. V എത്രയാണോ ഉള്ളത്, ഇവിടെ ഇപ്പോൾ ഒരു 10 ആണെങ്കിൽ 10 തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കിയാലും 10, ഇവിടെ നിന്ന് നോക്കിയാലും 10, ഇവിടെ നിന്ന് നോക്കിയാലും 10, എല്ലാം 10 തന്നെ. അപ്പോൾ അതല്ല. അടുത്ത ചിത്രത്തിലേക്ക് നോക്കാം. അടുത്ത ചിത്രം V പ്രൊപ്പോർഷണൽ ടു I ഇവിടെ കിടന്നോട്ടെ. അടുത്ത ചിത്രത്തിലാണെങ്കിൽ I മാറുന്നേ ഇല്ല. I ഇവിടെ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്, അവിടെ നിന്ന് അനങ്ങുന്നില്ല, പക്ഷേ വോൾട്ടേജ് കൂടുന്നു. ഇതല്ല, ഇതുമല്ല. അടുത്ത ചിത്രം നോക്കുകയാണെങ്കിൽ അവിടെ I കൂടി പോകുന്നുണ്ട്, അതിനനുസരിച്ച് Vയും കൂടി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയത്, അല്ലെങ്കിൽ ചരിഞ്ഞ നേർരേഖ എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ ചരിഞ്ഞ നേർരേഖ. അപ്പോൾ ഇത് ശരിയാണ്. ഡി ഓപ്ഷനും കൂടി ഒന്ന് നോക്കിക്കളയാം. ഡിയിൽ പറയുന്നതാണെങ്കിൽ I കൂടി വരുന്നതിനനുസരിച്ച് V എന്താ ചെയ്യുന്നത്? V കുറഞ്ഞ വരുന്നു.
വീൻ്റെ വാല്യൂ കുറഞ്ഞ് വരുന്നത്. അങ്ങനെയല്ലല്ലോ, ഐ കൂടുമ്പോൾ കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജ് കൂടുക വേണ്ടേ. അപ്പോൾ ഇതും തെറ്റാണ്. നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മെയിനായിട്ട് LHSSൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് കാണാം. അതിൻ്റെ ഇടയ്ക്ക് ക്ലാസ് കൊണ്ട് അല്ലെങ്കിൽ ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മാത്രം ജസ്റ്റ് അതൊരു ലൈക്കായിട്ട് അറിയിച്ചാൽ വളരെ സന്തോഷം. അപ്പോൾ എന്തായാലും അടുത്ത ക്ലാസ്സിൽ അടുത്ത സൗണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ശബ്ദം അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. അപ്പോഴേക്കും താങ്ക് യു.